കിളികളായി പ്രസാധകയും എഴുത്തുകാരിയുമായ എം.എ. ഷഹനാസിന് ജാമ്യമില്ലാ വാറണ്ട്. എഴുത്തുകാരൻ വി.ആർ. സുധീഷ് നൽകിയ അപകീർത്തി കേസിലാണ് വാറണ്ട്. ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്ത സിഐക്ക് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മെമ്മോ അയച്ചു. സന്തോഷിക്കുന്ന ഒരു വാർത്ത. അപകീർത്തി കേസ്, എം.എ. ഷഹനാസ് ജാമ്യമില്ലാ വാറന്റ്. അങ്ങനെ തന്നെ വേണം. ഷഹനാസിനെ പോലെ ഒരു തിക്ക് അങ്ങനെ തന്നെ വേണം. ഇതിപ്പോ 3 വർഷം മുമ്പുള്ള ഒരു കേസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഞാൻ ആ ഒരു വീഡിയോയിലോട്ട് വെച്ച് തരാം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിനിട്ട് വലിയ കൊട്ടായിരുന്നു കൊട്ടിക്കൊണ്ടിരുന്ന ചേച്ചി. ഇപ്പൊ കണ്ടില്ല ചേച്ചിയുടെ അവസ്ഥ. ഇതാണ് പറയുന്നത്. പണ്ടൊക്കെ പിന്നെ ഇപ്പൊ അപ്പപ്പോ എന്നൊക്കെ പറയുന്ന പോലെ എന്നെ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ. ഇന്നത്തെ ന്യൂസ് ഞാൻ ഒരുപാട് സന്തോഷിച്ച ഒരു കാര്യമാണ്. അന്ന് ആ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവൻ ആ കോഴിയാണ്, മെറ്റയാണ്, മാടയാണ്, കോടയാണ്, ചക്കയാണെന്നൊക്കെ വിളംബരം ചെയ്തായിരുന്നല്ലോ ഷഹനാസെ. ഞാൻ കോഴിക്കോടുണ്ട്, ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ അങ്ങോട്ട് വാ, ഞാനവിടെ കുമളുകൾ പറത്തിക്കൊണ്ടിരിക്കുകയാണ്, കോഴിക്കോടുണ്ട്, എന്നെ ഒലത്തി കളയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 3 ദിവസം കൊണ്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പോലും യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുവാണ് ഷഹനാസ്. കഷ്ടം. നേരത്തെ എല്ലാരും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഷഹനാസ് എവിടെ പോയി? ഷഹനാസിനെതിരെ കേസ് വന്നിരിക്കുന്നത് ഇപ്പം 3 വർഷം മുമ്പ്. ഇതിന്റെ അതും ഒരു എഴുത്തുകാരന്റെ ചുറ്റിപ്പറ്റിയുള്ള കേസ് കേട്ടാണ്, വി.ആർ. സുധീഷ് സംബന്ധമായിട്ട് തന്നെ. 3 വർഷം മുമ്പ് അയാളെക്കുറിച്ച് അയാൾ മോശമായിട്ടുള്ള രീതി സംസാരിച്ചു. രാഹുലിനെ പെടുത്താൻ നോക്കിയ പോലെ തന്നെ പുള്ളിയും പെടുത്താൻ നോക്കുകയൊക്കെ ചെയ്ത്. ഞാനിതിൽ ആ ഒരു ന്യൂസ് ഒന്ന് വെച്ച് തരാം. നിങ്ങൾക്ക് സന്തോഷമായോ? ഓക്കെ. എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. സന്തോഷമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് വേണം. പണ്ടൊക്കെ പിന്നെ ഇപ്പൊ അപ്പപ്പോ എന്ന് പറയുന്നത് കറക്റ്റ് കാര്യമാണ്. ഇവളെപ്പോലെ ഒരു കളി അങ്ങനെ തന്നെ പറയണം. കാരണം ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം ഇല്ലാണ്ടാക്കി നോക്കിയ ഒരു വ്യക്തിയാണ് ഇവര്. ഓക്കെ, നമുക്ക് ഇവരുടെ ഒരു വീഡിയോ കാണാം. പഴയ വേണ്ട, പുതിയത് കണ്ടിട്ട് നമുക്ക് പഴയതായിട്ടൊന്ന് പോവാം. പ്രസാധകയും എഴുത്തുകാരിയുമായ എം.എ. ഷഹനാസിന് ജാമ്യമില്ലാ വാറണ്ട്. എഴുത്തുകാരൻ വി.ആർ. സുധീഷ് നൽകിയ അപകീർത്തി കേസിലാണ് വാറണ്ട്. ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്ത സിഐക്ക് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മെമ്മോ അയച്ചു. അജി കുഞ്ഞുമോനുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അജി, എന്താണ് ഈ കേസിന്റെ ഒരു പശ്ചാത്തലം? ഇക്കാര്യത്തിൽ ഷഹനാസിന്റെയും സിഐയുടെയും ഒക്കെ വിശദീകരണം എന്താണ്? 2023 ഗോകുൽ ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കോഴിക്കോട് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത്തരത്തിൽ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഡിസംബർ 26, 2025 ഷഹനാസ് കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത്. 2026 ഫെബ്രുവരി മാസം 5-ാം തീയതി, അതായത് ഈ മാസം 5-ാം തീയതി SHOയ്ക്ക് കോടതി മെമ്മോ നൽകുകയാണ്. അതായത് ബേപ്പൂർ SHOയ്ക്കാണ് കോടതി മെമ്മോ നൽകുന്നത്. ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെയാണ് SIക്ക് മെമ്മോ നൽകിയിരിക്കുന്നത്. 2025 ജൂൺ 25 ബെയിലബിൾ, അതായത് 2025 ജൂൺ 28 ബെയിലബിൾ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്യുന്നു. അന്നും ഷഹനാസ് കോടതിയിൽ ഹാജരായിട്ടില്ല. പിന്നീടാണ് 2025 ഡിസംബർ മാസം 16-ാം തീയതി ജാമ്യമില്ലാ അറസ്റ്റ്. പുള്ളിക്കെല്ലാം കുട്ടിക്കളിയായിട്ട് മാത്രമാണ്. കുറെ നേതാക്കന്മാർ കയ്യിലുണ്ട്, അവരങ്ങ് നോക്കിക്കോളൂ എന്നുള്ള രീതിയിലാണ്. കോടതി വിളിക്കുമ്പം അത് ഹാജരാവേണ്ട കുറെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം തോന്നി പോലുള്ള രീതിയില്ല, തോന്നി പോലെ നടക്കുന്നു. ഇവളുമാരൊക്കെയാണ് ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ നടക്കുന്നത്. ആദ്യം സ്വന്തം കാര്യം പോലും നോക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ എങ്ങനെയാണ് ഈ ജനങ്ങളെ ഇതാക്കാൻ നോക്കുന്നത്? ഞാൻ അറിയാൻ വയ്യത്തോണ്ട് നോക്കുമോ ഷഹനാസെ? കാരണം അതുപോലെ വൃത്തിയായിട്ട സംസാരമായിരുന്നു ഷഹനാസ് ഈ ഇടയ്ക്ക് വന്ന് സംസാരിച്ച ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്. അവൻ മറ്റേ ഇതുള്ളവനാണ്, മറിച്ച് വിധിപ്പനുള്ളവനാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ്. അതേ ഷഹനാസ് തന്നെ ആദ്യത്തെ പീഡന കേസ് വന്ന സമയത്ത് പറഞ്ഞ ഷഹനാസ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എനിക്കൊരു അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു കുഴപ്പമൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ ഷഹനാസ് പിന്നെ അത് പ്ലേറ്റിൽ തിരിക്കാൻ നോക്കി. ഷഹനാസ് ഒട്ടും മോശമൊന്നുമല്ല. ഇപ്പം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഭവിക്കണം, ഇവറ്റകളൊക്കെ നല്ല രീതിയിൽ അനുഭവിക്കണം. പേടിച്ച് പറിച്ചിരിക്കുക. അതേപോലെ തന്നെ ഷഹനാസ് കണ്ട് സീറ്റ് വേണം എന്നുള്ള രീതിയിൽ കോൺഗ്രസ്സുകാരോട് സംസാരിക്കുകയൊക്കെ ചെയ്തെന്ന് ഇങ്ങനെ ഒരു ചാനലിൽ വരുന്ന കണ്ട് ഞാൻ ആ ഒരു കാര്യം പറയാം. അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ട് പോലും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവർക്ക് ആഗ്രഹം ഉണ്ടെന്ന് ചില വ്യക്തികൾ പറയുന്നുണ്ട്, പക്ഷെ ഇവർ ചോദിച്ചിട്ടില്ല. ചോദിച്ചാലും കോൺഗ്രസ് ഇവർക്ക് സീറ്റ് കൊടുക്കത്തില്ല. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു കാലത്ത് ഷഹനാസിന് കൊടുക്കാൻ പറ്റില്ല. കാരണം ഷഹനാസ് ഡബിൾ സ്റ്റാൻഡ്, ട്രിപ്പിൾ സ്റ്റാൻഡ് ഉള്ള ഒരു സ്ത്രീയാണ്. കോൺഗ്രസ് പാർട്ടിയിലുള്ളവർക്ക് പോലും ഷഹനാസിന് ഇഷ്ടമല്ല. ഇവിടുത്തെ യൂത്ത് പിള്ളേരൊക്കെ നമ്മളോട് പറയുന്നത് കേൾക്കണം. അവിടുത്തെ ഈ മഹിളാ കോൺഗ്രസിലെ ലേഡീസിനാണെങ്കിൽ പോലും, മഹിളാ കോൺഗ്രസിലെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ പോലും കണ്ടുകൂടാ ഈ പറയുന്ന ഷഹനാസിനെ. അവരൊക്കെ ചുമ്മാ മേക്കപ്പ് ഇട്ട് മാത്രം ഷോ ഓഫിന് വേണ്ടി മാത്രം വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ദൈവമേ കാത്തു. ബാക്കിയും കൂടെ ന്യൂസ് വെക്കാം, എന്നിട്ട് നമുക്ക് പഴയ ന്യൂസും കൂടെ ഒന്ന് കേൾക്കാം.
ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ട് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനമായും എടുത്തു പറയേണ്ടത് പ്രശസ്ത എഴുത്തുകാരനും സാഹിത്യകാരനുമായ VR സുധീഷ് നൽകിയ അപകീർത്തി കേസിലാണ് അറസ്റ്റ് വാറന്റ് ഉള്ളത് എന്നുള്ളതാണ്. സമൻസ് ലഭിച്ചിട്ടും ഷഹനാസ് തുടർച്ചയായി കോടതിയിൽ ഹാജരായിരുന്നില്ല. ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഷഹനാസ് പോലീസിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ട്, എന്നിട്ട് പോലും ഇത്തരത്തിൽ ഒരു നടപടിയും എടുക്കുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രത്യേകിച്ച് സാംസ്കാരിക മേഖലകളിലൊക്കെ സജീവമായിട്ട് ഷഹനാസ് പങ്കെടുക്കുന്ന ഒരാളാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ഒന്നാം കോടതിയുടെയാണ് ഇപ്പോൾ വാറന്റ് പുറപ്പെടുവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്ത ബേപ്പൂർ SHOയ്ക്കെതിരെ കോടതിയിൽ നിന്ന് വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കേട്ടിരുന്നു. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എഴുത്തുകാരനും സാഹിത്യകാരനുമായ VR സുധീഷും നീക്കം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതാണ്. ഗൂഗിൾ അജി കുഞ്ഞുമോനാണ്. ഒന്നായില്ല, പുള്ളിക്കാരൻ ചെയ്തത് കറക്റ്റ് കാര്യം. എന്തായാലും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുറെ ന്യൂസൊക്കെ വായിക്കുന്നില്ലേ, ഇത് സംഭവം വേറെ ഒന്നുമല്ല. ഇപ്പൊ രാഹുലിന്റെ വിഷയങ്ങൾ കണ്ടില്ലേ, പൊക്കിക്കൊണ്ട് വരുവൊക്കെ ചെയ്തതാണല്ലോ ഷഹനാസൊക്കെ. അതുപോലെ രാഹുൽ നൈസായിട്ട് കൊടുത്തൊരു പണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കൊണ്ടുവരണം, ഇവക്കൊക്കെ ഏതൊക്കെ രീതി പണി കൊടുക്കാൻ അയാൾക്ക് നല്ല രീതി അറിയാം. കാരണം കോൺഗ്രസ്സുകാരനല്ലേ. ഈ ഒരു കേസ് ചിലപ്പോൾ 3-4 വർഷം മുമ്പ് ചിലപ്പോൾ രാഹുലൊക്കെ ഇടപെട്ട് കാണുമായിരിക്കാം, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കി കാണുമായിരിക്കാം, ഒത്തുതീർപ്പിന് നോക്കി കാണാം. കൂടെ നിന്നിട്ട് ഉണ്ടാക്കുമ്പോഴേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരും ചില്ലറക്കാരല്ലെന്ന് മനസ്സിലാക്കുന്ന കുറച്ചും കൂടെ നല്ലതാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ്. ഷഹനാസ് ഇങ്ങനെ ഒരു പണി കിട്ടാൻ കാര്യം രാഹുലിന് നല്ല കൈ ഉണ്ടെന്ന് ഇത് പൊട്ടനും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതായത് നന്നായി ആ ഒരു കാര്യം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. പഴയ ന്യൂസും കൂടെ ഒന്ന് കേൾക്കാം. ഇവിടെ കേസ് കൊടുത്തിട്ട് ഒന്ന് വായിച്ചിട്ട് വരാം. പുസ്തക പ്രസാധക ഷഹനാസിനോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് എഴുത്തുകാരൻ VR സുധീഷിനെതിരെയുള്ള കേസ്. ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനിടെ തന്നെ അപമാനിക്കാൻ വീണ്ടും ശ്രമം നടക്കുന്നുവെന്നാണ് ഷഹനാസിന്റെ ആക്ഷേപം. SK പൊറ്റക്കാട് സ്മാരക സാഹിത്യവേദിയുടെ പരിപാടിയിൽ സംഘാടകർ ഷഹനാസിനെ അധ്യക്ഷയായി ക്ഷണിച്ചിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന കൽപ്പറ്റ നാരായണൻ മാഷെ അവസാന നിമിഷം മാറ്റി. പകരം VR സുധീഷാണ് ഉണ്ടാവുകയെന്ന് സംഘാടകർ ഫോണിൽ അറിയിച്ചു. കൽപ്പറ്റ നാരായണൻ എന്ന് പറയുന്ന എഴുത്തുകാരന് ബുദ്ധിമുട്ടായതുകൊണ്ട് അദ്ദേഹം സജസ്റ്റ് ചെയ്ത ഒരു എഴുത്തുകാരനാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് അതിൽ ഒരു ബാഡ് ഫീലിംഗ് ഉണ്ടായി. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് VR സുധീഷിനെ ഇദ്ദേഹം വിളിച്ച സമയത്ത് അദ്ദേഹത്തിന് ഞാനുമായി വേദി പങ്കിടുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു സാംസ്കാരിക പ്രവർത്തകനാണ്, ഒട്ടും സംസ്കാരമില്ലാതെ എന്നോട് സംസാരിക്കരുത്. തന്നെ അപമാനിക്കാൻ ബോധപൂർവം നടത്തിയ ശ്രമമാണിതെന്ന് ഷഹനാസ് ആരോപിച്ചു. കൽപ്പറ്റ നാരായണൻ മാഷിന് സജസ്റ്റ് ചെയ്യാൻ VR സുധീഷ് എന്ന് പറയുന്ന എഴുത്തുകാരൻ മാത്രമേ ഉള്ളൂ എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കോഴിക്കോട് നടക്കുന്ന ഒരു പരിപാടിയിൽ എന്നെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് ഒരു വേദി പങ്കിട്ടു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേസമയം അസൗകര്യങ്ങൾ ഉള്ളതിനാൽ പരിപാടികളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നതാണെന്നും. ഓക്കെ എന്ത് ഷഹനാസേ, നിങ്ങളിപ്പോൾ ഒരു പരിപാടി പങ്കെടുക്കുമോ എന്തോ ആയിക്കോട്ടെ. ഇത് 3 വർഷം മുമ്പുള്ള ന്യൂസാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ കോടതിയിൽ നിന്ന് തന്നെ ഇവളെ പൂട്ടാനുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലായോ? അന്ന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മീഡിയയിൽ ഒരു പെണ്ണ് വന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം ആണുങ്ങളെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ട്. അന്ന് കുറ്റപ്പെടുത്തിയ കൂട്ടത്തെ ആൾക്കാരിപ്പം എത്ര പേര് മരിച്ചു പോയിട്ടുണ്ടാവാം. അവരൊക്കെ ഈ പറയുന്ന വ്യക്തിയെ മോശക്കാരനാക്കിയിട്ടാണെങ്കിലോ. ഇവളെ പോലുള്ളവന്മാരൊക്കെ ഇവിടെ നാടിന് ശാപം തന്നെ. ഇപ്പൊ 3 വർഷം കഴിഞ്ഞപ്പോൾ കിടക്കുന്നത് ഷഹനാസിന് 18ന്റെ പണി. ദൈവം ഉണ്ടെന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരന് അതുപോലത്തെ രീതിയിൽ അവള് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കോഴിക്കോട് നീ ഉണ്ടെന്നല്ല പറയുന്നത്. പോലീസ് അവിടെ കാണുമോ? എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി മുങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. ഷഹനാസ് മുങ്ങിയെന്നാണ് തോന്നുന്നത്. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ, നാണം കെട്ട വർഗ്ഗങ്ങൾ. എന്തായാലും നിങ്ങൾ മലയാളികൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് പറയാം. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.